ഇന്ന് നോക്കാൻ പോകുന്നത് 28/9/2024 കോട്ടയം കോഴിക്കോട് ജില്ലയിൽ ചോദിച്ച LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 128/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പ്രസ്താവന 1 പറയുന്നത് കുളച്ചൽ യുദ്ധം നടന്നത് 1748-ലാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. നാലാമത്തെ പ്രസ്താവന ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ ബി 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പം കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം അത് 1741 ഓഗസ്റ്റ് 10-നാണ് കേട്ടോ. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഇനി കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ആരാണ്? കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നും കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ആരാണെന്ന് വെച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ ഒറ്റപ്പാലം, ഓപ്ഷൻ ബി സൂററ്റ്, ഓപ്ഷൻ സി അമരാവതി, ഓപ്ഷൻ ഡി ഹരിപുര. അത് ഓപ്ഷൻ സി അമരാവതിയാണ്. അമരാവതി. ഇനി ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായിട്ടുള്ള INCയുടെ അമരാവതി സമ്മേളനം നടന്ന വർഷം എന്നാണ്? അത് 1897-ലാണ്. ഇനി ഗാന്ധിജിയും അരാജകത്വം എന്ന കൃതി രചിച്ചതാരാണ്? ഗാന്ധിയും അരാജകത്വം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? പ്രസ്താവന 1 പറയുന്നത് ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ശരിയാണോ? അത് ശരിയാണ്. അപ്പം ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് 2ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി നോക്കാം, APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത് രാമേശ്വരമാണ് കേട്ടോ. APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാല് അത് രാമേശ്വരമാണ്. ഇനി APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്നത് കേട്ടോ. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ ഏതാണെന്ന് വെച്ചാൽ അത് അഗ്നിച്ചിറകുകളാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമും ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ജന്മസ്ഥലം ചോദിച്ചാൽ അത് രാമേശ്വരം, തമിഴ്നാട്. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകളുമാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ചതാര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ CR ദാസ്, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി പോറ്റി ശ്രീരാമുലു, ഓപ്ഷൻ ഡി VP മേനോൻ. അത് ഓപ്ഷൻ ഡി VP മേനോൻ ആണ് കേട്ടോ. VP മേനോൻ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വോൾട്ടയർ, ഓപ്ഷൻ ബി റൂസോ, ഓപ്ഷൻ സി മൊണ്ടസ്ക്യൂ, ഓപ്ഷൻ ഡി ലൂയി 14-മൻ. ഓപ്ഷൻ ബി റൂസോ ആണ്. ഇനി റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ വിശദമാക്കുന്ന കൃതി ഏതാണ്? റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ വിശദമാക്കുന്ന കൃതി ഏതാണെന്ന് വെച്ചാൽ അത് എമിലി ആണ് കേട്ടോ. എമിലി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കെ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി, ഓപ്ഷൻ സി ബാലഗോപാൽ, ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് കെ രാജൻ. അത് ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് കെ രാജനാണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്? അത് ഒല്ലൂരാണ് കേട്ടോ. ഒല്ലൂർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന 1 പറയുന്നത് സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 പറയുന്നത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. സമമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 പറയുന്നത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം
വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അത് ഓപ്ഷൻ ബി പ്രസ്താവന 2 ആണ് ശരിയാട്ടോ. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി എന്താണ് കോറിയോലിസ് ബലം എന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ബലം ഏതാണെന്ന് വെച്ചാൽ അത് കോറിയോലിസ് ബലമാണ്. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. ഇനി മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ഇനി കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? അത് ഫെറൽ നിയമമാണ് കേട്ടോ. കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാല് അത് ഫെറൽ നിയമമാണ്. ഇനി ഫെറൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഫെറൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ അത് അഡ്മിറൽ ഫെറൽ ആണ് കേട്ടോ. അഡ്മിറൽ ഫെറൽ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി, ഓപ്ഷൻ ബി മാറ്റ കൃഷി, ഓപ്ഷൻ സി പ്രാചീന ഉപജീവന കൃഷി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷിയാണ്. തീവ്ര ഉപജീവന കൃഷി. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സൊമാലി ജെറ്റ്, ഓപ്ഷൻ ബി ടിബറ്റൻ ഹൈ, ഓപ്ഷൻ സി മസ്ക്രീൻ ഹൈ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ഓപ്ഷൻ വായിക്കാം. സൊമാലി ജെറ്റ്, ഓപ്ഷൻ ബി ടിബറ്റൻ ഹൈ, ഓപ്ഷൻ സി മസ്കറിൻ ഹൈ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ സി മസ്കറിൻ ഹൈ ആണ് കേട്ടോ. ഓപ്ഷൻ സി മസ്കറിൻ ഹൈ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി പൂർവ്വഘട്ടം, ഓപ്ഷൻ സി രാജ്മഹൽ കുന്നുകൾ, ഓപ്ഷൻ ഡി വിന്ധ്യ സത്പുര കുന്നുകൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? അത് ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ് കേട്ടോ. പശ്ചിമഘട്ടം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, ഓപ്ഷൻ ബി താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, ഓപ്ഷൻ സി സംയോജക സീമയിൽ രൂപം കൊണ്ടത്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ മടക്കു പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത്. എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ മടക്കു പർവ്വതം ഏതാണെന്ന് വെച്ചാൽ അത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയ പർവ്വതമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയ പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ മടക്കു പർവ്വതമാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം ഏതാണെന്ന് വെച്ചാൽ അത് ഹിമാലയമാണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ റോമില താപ്പർ, ഓപ്ഷൻ ബി CS മീനാക്ഷി, ഓപ്ഷൻ സി TD രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി സേതു. അത് ഓപ്ഷൻ ബി CS മീനാക്ഷിയാണ് കേട്ടോ. ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് CS മീനാക്ഷി. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന ഒന്ന് വായിക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നു
ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന, ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഇനി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. 2024 ഭാരതരത്നം മരണാനന്തര പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 ഭാരതരത്ന മരണാനന്തര പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണെന്ന് വെച്ചാൽ അത് എം.എസ്. സ്വാമിനാഥനാണ്. ഇനി എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ച തീയതി എന്നാണ്? എം.എസ്. സ്വാമിനാഥൻ എന്നാണ് അന്തരിച്ചത്? അത് 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 28-ന്. ഇനി 14-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1952. അത് 1950. ഓപ്ഷൻ ബി 1950 ആണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 1950 മാർച്ച് 15-നാണ് കേട്ടോ. ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ, WTO നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1991, ഓപ്ഷൻ ഡി 1998. അത് 1995 ആണ്. ഓപ്ഷൻ ബി 1995 ആണ്. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ബാങ്കിന്റെ മറ്റൊരു പേര്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ IBRD, ഓപ്ഷൻ ബി IMF, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി RBI. അത് ഓപ്ഷൻ എ IBRD ആണ് കേട്ടോ. IBRD ലോക ബാങ്കിന്റെ മറ്റൊരു പേര് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. ഇനി ലോക ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അത് അജയ് ബംഗയാണ്. അജയ് ബംഗ. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ. പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1 ഗൾഫ് യുദ്ധങ്ങൾ, രണ്ടാമത്തെ പ്രസ്താവന വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, മൂന്നാമത്തെ പ്രസ്താവന ഉയർന്ന ഫിസ്ക്കൽ കമ്മി, നാലാമത്തെ പ്രസ്താവന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാ? അത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഇനി 18-ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ബി ഡി സുബ്ബറാവു, ഓപ്ഷൻ സി ശക്തികാന്ത ദാസ്, ഓപ്ഷൻ ഡി രഘുറാം രാജൻ. ഇത് അന്നത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ സി ആയിരുന്നു അന്ന് കൊടുത്തത്, ശക്തികാന്ത ദാസ്. ഇനി ഇപ്പോഴത്തെ ആരാണെന്ന് വെച്ചാല് അത് 26-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്ന് വെച്ചാൽ അത് സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. 26-ാമത് റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ആരാണെന്ന് വെച്ചാൽ അത് സഞ്ജയ് മൽഹോത്രയാണ്. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യൻ, 2022-23-ലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ബി അരുൺ ജെയ്റ്റ്ലി, ഓപ്ഷൻ സി പി ചിദംബരം, ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. അത് ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ ആണ് കേട്ടോ. ഇനി 20-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയാണ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അതും ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അത് തെറ്റാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി നിയമനിർമ്മാണ നടപടിക്രമം, നിയമവാഴ്ച എന്നിവ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. നിയമനിർമ്മാണ നടപടിക്രമം, നിയമവാഴ്ച ഇവയൊക്കെ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാല് അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പം മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇനി നിയമനിർമ്മാണ നടപടിക്രമം, നിയമവാഴ്ച എന്നിവ
ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ശരിയാണ്. ഇനി സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. അത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. അത് തെറ്റാണ്. ഇപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? അത് 32ഉം ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന വകുപ്പ് എത്രയാണെന്ന് ചോദിച്ചാല് അത് അനുച്ഛേദം 226 ആണ് കേട്ടോ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. രണ്ടാമത്തെ പ്രസ്താവന, ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഒന്നുകൂടെ വായിക്കാം. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് കേട്ടോ. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല, ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പം പ്രസ്താവന 1 പറയുന്നത് ഏക പൗരത്വ നിയമം. രണ്ടാമത്തെ പ്രസ്താവന അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ഏതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന? അത് 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഇനി ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഭരണഘടനയിലെ ഭാഗം 4A അനുച്ഛേദം 51A(c)യിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഭരണഘടനയിലെ ഭാഗം 4A അനുച്ഛേദം 51A(c)യിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, ഉപരാഷ്ട്രപതി 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? അത് 5 വർഷമാണ് കേട്ടോ. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. അതും ശരിയാണ്. ഇനി സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന വിദേശകാര്യം, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കൃഷി. ഇതിലേതാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങള്? അത് ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഒക്കെ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഇനി കൃഷി ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൃഷി അത് സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന 1 പറയുന്നത് പൊതുജന ആരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. ശരിയാണോ? ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സൈബർ നിയമങ്ങൾ ശിഷ്ട അധികാരത്തിൽ വരുന്നതാണ്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷനെ മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് കേട്ടോ. പൊതുജന ആരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്.
വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയവും സൈബർ നിയമങ്ങൾ ശിഷ്ട അധികാരത്തിൽ വരുന്നതുമാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന 73ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 74ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് അഥവാ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അത് 42ാം ഭേദഗതി നിയമം 1976 ആണ് കേട്ടോ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന 1 പറയുന്നത് ചെയർപേഴ്സൺ സതീദേവിയാണ്. ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. അതും ശരിയാണ്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പം നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാല് അത് പി സതീദേവിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 പറയുന്നത് എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് എ ഷാജഹാൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. പ്രസ്താവന 1 പറയുന്നത് എ ഷാജഹാൻ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ഏതാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. ഇനി രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒന്നുകൂടെ പറയാം. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 പറയുന്നത് 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് അനുച്ഛേദ 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. മൂന്നാമത് പറയുന്ന പ്രസ്താവന ഭരണഘടനയുടെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് കേട്ടോ. അപ്പം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. 11 മൗലിക കർത്തവ്യങ്ങളാണ് നിലവിലുള്ളത്. അനുച്ഛേദ 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സ്വാൻഡെ പാബോ, ഓപ്ഷൻ ബി കാത്തലിൻ കാരിക്കോ, ഓപ്ഷൻ സി പിയർ അഗസ്റ്റിനി, ഓപ്ഷൻ ഡി ജോൺ ഫോസെ. അത് ഓപ്ഷൻ ബി കാത്തലിൻ കാരിക്കോയാണ് കേട്ടോ. ഇനി നമുക്ക് 2024 നോബൽ പ്രൈസ് ഒന്ന് നോക്കാം. ഭൗതിക ശാസ്ത്ര നോബൽ 2024 ലഭിച്ചത് അത് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജിഫ്രി ഇ ഹിൻഡനും ആണ് കേട്ടോ. ഭൗതിക ശാസ്ത്ര നോബൽ 2024 2 വ്യക്തികൾക്ക് ലഭിച്ചു. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജിഫ്രി ഇ ഹിൻഡൻ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. ഒന്നുകൂടെ പറയാം. ഭൗതികശാസ്ത്ര നോബൽ 2024 ജോൺ ജെ ഹോപ്ഫീൽഡ്, ജിഫ്രി ഇ ഹിൻഡൻ. 2 വ്യക്തികൾക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. ഇനി വൈദ്യശാസ്ത്ര നോബൽ 2024 2 വ്യക്തികൾക്ക് ലഭിച്ചു. വിക്ടർ ആംബ്രോസ്, ഗ്യാരി റോക്കിൻ. ഒന്നുകൂടെ പറയാം. വൈദ്യശാസ്ത്ര നോബൽ 2024
വിക്ടർ ആംബ്രോസ്, ഗ്യാരി റോക്ക്. എന്തിന്റെ കണ്ടുപിടുത്തമാണെന്ന് ചോദിച്ചാല് മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്കും കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഒന്നുകൂടെ പറയാം, മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്കും കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇനി രസതന്ത്ര നോബൽ 3 വ്യക്തികൾക്കാണ് ലഭിച്ചത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. ഇപ്പൊ രസതന്ത്ര നോബൽ 2024 3 വ്യക്തികൾക്ക്, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. ഇനി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് ഡേവിഡ് ബേക്കറെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് ഡേവിഡ് ബേക്കറെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇനി പ്രോട്ടീൻ ഘടനാ പ്രവചനമാണ് ഡെമിസ് ഹസാബിസിനെയും ജോൺ ജെമ്പറിനെയും പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ഇനി 2024 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് അത് ഹാൻ ഗാങ്ങിനാണ് കേട്ടോ, ഹാൻ ഗാങ്. ഇനി 2024 സമാധാന നോബൽ പുരസ്കാരം 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിൻറ്റാൻക്യോയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. ഇനി 2024 സാമ്പത്തിക നോബൽ പുരസ്കാരം ലഭിച്ചത് ഡാരൻ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഒന്നുകൂടെ പറയാം, ഡാരൻ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കൻഹ ദേശീയോദ്യാനം, ഓപ്ഷൻ ബി ഹെമിസ് ദേശീയോദ്യാനം, ഓപ്ഷൻ സി കുനോ ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി ബന്ദിപ്പൂർ ദേശീയോദ്യാനം. അത് ഓപ്ഷൻ സി കുനോ ദേശീയോദ്യാനമാണ് കേട്ടോ. അപ്പം ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് എന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി കുനോ ദേശീയോദ്യാനം. ഇനി ചീറ്റ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ചീറ്റകളെ ഇന്ത്യക്ക് കൈമാറിയ രാജ്യം ഏതാണ്? അത് നമീബിയ ആണ് കേട്ടോ, നമീബിയ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ചീറ്റകളെ ഇന്ത്യക്ക് കൈമാറിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് നമീബിയ ആണ്, നമീബിയ. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ശലഭം, ഓപ്ഷൻ ബി ഹൃദ്യം, ഓപ്ഷൻ സി ബാലമുകുളം, ഓപ്ഷൻ ഡി താലോലം. അത് ഓപ്ഷൻ എ ശലഭമാണ് കേട്ടോ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ശലഭമാണ്, ശലഭം. ഇനി കുഞ്ഞുങ്ങളിൽ ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? അത് ഹൃദ്യമാണ് കേട്ടോ, ഹൃദ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുക. എന്താണ്? നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുക. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, ഓപ്ഷൻ ബി കാൽസിട്ടോണിൻ പാരാതെർമോൺ, ഓപ്ഷൻ സി തൈമോസിൻ തൈറോക്സിൻ, ഓപ്ഷൻ ഡി സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക്. അത് ഓപ്ഷൻ സി തൈമോസിൻ തൈറോക്സിൻ ആണ് കേട്ടോ. പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി ഏതാണെന്ന് വെച്ചാൽ അത് തൈമോസിൻ തൈറോക്സിൻ ആണ്. ഇനി പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസുലിൻ ആണ് കേട്ടോ, ഇൻസുലിൻ. ഇനി ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്താണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇൻസുലിൻ ആണ് കേട്ടോ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് എന്താണ്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നതും ഇൻസുലിൻ ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ ഇത് ഇൻസുലിൻ ആണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ഇൻസുലിൻ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിൻ ആണ്. ഇനി പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഗ്ലൂക്കഗോൺ ആണ് കേട്ടോ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഗ്ലൂക്കഗോൺ ആണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ് ഗ്ലൂക്കഗോൺ. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത്
കാൽസിറ്റോണിൻ ആണ് കേട്ടോ. കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. എന്താണ് പാരാതെർമോൺ എന്ന് നോക്കാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരാതോർമോൺ ആണ്. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. ഇനി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അത് തൈമോസിനാണ് കേട്ടോ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് തൈമോസിനും. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ അതും തൈമോസിനാണ് കേട്ടോ. ഇനി ശരീരത്തില് രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംബോസൈറ്റുകളുടെ പാകപ്പെടുത്തലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അതും തൈമോസിനാണ്. ഒന്നുകൂടെ പറയാം. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് തൈമോസിൻ എന്ന ഹോർമോൺ ആണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പക്ഷാഘാതം, ഓപ്ഷൻ ബി ഫാറ്റി ലിവർ, ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദം, ഓപ്ഷൻ ഡി ഹൃദയാഘാതം. അത് ഓപ്ഷൻ ഡി ഹൃദയാഘാതമാണ് കേട്ടോ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അത് ഹൃദയാഘാതമാണ് കേട്ടോ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. ഓപ്ഷൻ എ ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ശരിയാണോ? പ്രസ്താവന ഒന്നുകൂടെ പറയാം. ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അത് തെറ്റാണ്. ഇനി ബി പറയുന്നത് ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അത് ശരിയാണ്. ഇനി എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. അത് തെറ്റാണ്. ഓപ്ഷൻ ഡി പറയുന്നത് ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. അതും തെറ്റാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജീവകം B3യുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. അപ്പം കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് എ, ഡി, ഇ, കെ. ഇനി എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഏതാണ്? എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് അത് ഡി ആണ്. ഇനി ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അതാണ് സ്കർവി എന്ന് പറയുന്നത്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഫൈലേറിയൻ വിര, ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം, ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറ, ഓപ്ഷൻ ഡി സാൽമോണല്ല. ഏതാണ്? അത് ഓപ്ഷൻ എ ഫൈലേറിയൻ വിരയാണ്. മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണെന്ന് വെച്ചാൽ അത് ഫൈലേറിയൻ വിരയാണ് കേട്ടോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഉമിനീര്, ഓപ്ഷൻ ബി ആമാശയരസം, ഓപ്ഷൻ സി ആഗ്നേയരസം, ഓപ്ഷൻ ഡി പിത്തരസം. അത് ഓപ്ഷൻ ഡി പിത്തരസമാണ്. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണെന്ന് വെച്ചാൽ അത് പിത്തരസമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? അതും പിത്തരസമാണ് കേട്ടോ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണെന്ന് വെച്ചാൽ അത് പിത്തരസമാണ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മീറ്റർ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രകാശവർഷം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കാൻഡില. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ സി മീറ്ററും പ്രകാശവർഷവുമാണ് ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ പ്രകാശത്തിന്റെ വിസരണം, ഓപ്ഷൻ ബി ടിൻഡൽ പ്രഭാവം, ഓപ്ഷൻ സി പ്രകാശ പ്രകീർണനം, ഓപ്ഷൻ ഡി പ്രകാശ പ്രതിപതനം. അത് ഓപ്ഷൻ സി പ്രകാശ പ്രകീർണനമാണ് കേട്ടോ. അപ്പൊ മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം പ്രകാശ പ്രകീർണനമാണ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 0.810, ഓപ്ഷൻ ബി 810, ഓപ്ഷൻ സി 81.0, ഓപ്ഷൻ ഡി 8100. അത് ഓപ്ഷൻ എ 0.810 ആണ് കേട്ടോ. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്ന് വെച്ചാൽ അത് 0.810 ആണ്. ഇനി മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണ്ടുപിടിക്കുക? മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം മീറ്റർ ക്യൂബും പിന്നെ ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബും അങ്ങനെ വെച്ച് കണ്ടുപിടിക്കുക. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ LVM-3, ഓപ്ഷൻ ബി HRLV, ഓപ്ഷൻ സി PSLV C-35,
ഓപ്ഷൻ ഡി PSLV-C 57. അത് ഓപ്ഷൻ ഡി PSLV-C 57 കേട്ടോ. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിക്രം, ഓപ്ഷൻ ബി പ്രഗ്യാൻ, ഓപ്ഷൻ സി അപ്പോളോ, ഓപ്ഷൻ ഡി ഗഗൻയാൻ. ഏതാ? അത് ഓപ്ഷൻ ബി പ്രഗ്യാൻ ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലൂണാർ റോവറിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അത് പ്രഗ്യാൻ ആണ്. ഇനി 47-ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 273°C, ഓപ്ഷൻ ബി 298 കെൽവിൻ, ഓപ്ഷൻ സി -273°C, ഓപ്ഷൻ ഡി 0°C. അത് ഓപ്ഷൻ സി -273°C ആണ് കേട്ടോ. അപ്പം കേവല പൂജ്യം ഊഷ്മാവ് എന്ന് പറയുന്നത് -273°C ആണ്. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യൻ. എസ് ബ്ലോക്ക്, ടി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ലോഹങ്ങള്, ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങള്, ഓപ്ഷൻ സി അലോഹങ്ങള്, ഓപ്ഷൻ ഡി സംക്രമണ മൂലകങ്ങൾ. ഏതാണ്? അത് ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങളാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ അത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ഇനി എസ് ബ്ലോക്ക് മൂലകത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണിക ഊർജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഒന്നുകൂടെ പറയാം. ലോഹ സ്വഭാവം കൂടുതൽ, അയോണിക ഊർജം കുറവ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ്. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവം കാണിക്കുന്നു. ഇനി പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. ഈ ബ്ലോക്ക് മൂലകങ്ങൾക്ക് എസ് ബ്ലോക്കിനെ അപേക്ഷിച്ച് ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് ഉള്ളത് കേട്ടോ. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ഫ്ലൂറിൻ ഉൾപ്പെടുന്ന ബ്ലോക്കാണിത്. പി ബ്ലോക്ക് മൂലകത്തിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ഫ്ലൂറിൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണെന്ന് വെച്ചാൽ അത് പി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇനി 49-ാമത്തെ ക്വസ്റ്റ്യൻ. ലോഹങ്ങളെ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. അത് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ. ഇനി 50-ാമത്തെ ക്വസ്റ്റ്യൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി കാർബൺ നാനോ ബഡുകൾ, ഓപ്ഷൻ സി ഡയമണ്ട്, ഓപ്ഷൻ ഡി കോക്ക്. ഏതാണ്? അത് ഓപ്ഷൻ ബി കാർബൺ നാനോ ബഡുകളാണ്. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം ഏതാണെന്ന് വെച്ചാല് അത് കാർബൺ നാനോ ബഡുകളാണ്. ഇനി ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മൗങ്കി ജി ബവൻഡി, ലൂയിസ് ബ്രസ്, അലക്സി എക്കിമോവ്. ബി ഓപ്ഷൻ പറയുന്നത് ക്ലോഡിയ ഗോൾഡിൻ, പിയർ അഗസ്റ്റിനി, നർഗിസ് മുഹമ്മദി. സി പറയുന്നത് ഡേവിഡ് കാർഡ്, ബെൻ എസ് ബെർനാൻകെ, പിയർ അഗസ്റ്റിനി. ഓപ്ഷൻ ഡി പറയുന്നത് ആൻ എൽ ഹുള്ളിയർ, കഫർ അലി, ഫെറൻസ് ക്രൗസ്. ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. മൗങ്കി ജി ബവേൻഡി, ലൂയിസ് ബ്രസ്, അലക്സി എക്കിമോവ്. ഇവർക്കാണ് 2023 നോബൽ സമ്മാനം, രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. 2024 നമ്മൾ നേരത്തെ നോക്കിയതാണ് കേട്ടോ. ഇനി 52-ാമത്തെ ക്വസ്റ്റ്യൻ. ഉചിതമായത് ചേർത്തെഴുതുക. താൻ നിരന്തരം ദുഷ്കൃതം ചെയ്യുന്ന അന്യരനുഭവിച്ചിടുകന്നേ വരൂ. ഈ വരികൾ ആരുടെയാണെന്ന് ചോദിച്ചാല് KR ടോണിയുടെ ആണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. അത് ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ PP രാമചന്ദ്രനാണ് കേട്ടോ. PP രാമചന്ദ്രൻ. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്ന വരികള് മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. ഈ വരികള് അൻവർ അലിയുടെയാണ് കേട്ടോ. ഇനി സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാതിരിക്കുന്നത് നല്ലതിന്. അത് ആരുടെ വരികളാണെന്ന് ചോദിച്ചാല് അത് OP സുരേഷ് ആണ്. OP സുരേഷ്. ഇനി 53-ാമത്തെ ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവന 1 പറയുന്നത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ശരി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അതും ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നത് ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. അത് തെറ്റാണ് കേട്ടോ. അപ്പം ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ഇനി
ആത്മവിദ്യാസംഘം ആരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചത്? അത് വാഗ്ഭടാനന്ദന്റെയാണ് കേട്ടാ, വാഗ്ഭടാനന്ദൻ. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ലെഗ് ബൈ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കാസ്ലിംഗ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പിഞ്ചിങ്, നാലാമത് പറഞ്ഞിരിക്കുന്നത് സ്റ്റെയിൽമേറ്റ്. ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ ബി 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാസ്ലിങ്ങും പിന്നെ സ്റ്റെയിൽമേറ്റും അത് ചെസ് കളിയുമായി ബന്ധപ്പെട്ടയാണ്. ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബിഷപ്പ്, റൂക്ക്, അറ്റാക്ക്, എലോറേറ്റിംഗ്, സ്റ്റെയിൽമേറ്റ്, കാസ്ലിംഗ്. ഒന്നുകൂടെ പറയാം, ബിഷപ്പ്, റൂക്ക്, അറ്റാക്ക്, എലോറേറ്റിംഗ്, സ്റ്റെയിൽമേറ്റ്, കാസ്ലിംഗ്. ഇതൊക്കെ അപ്പൊ ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിഷപ്പ്, റൂക്ക്, അറ്റാക്ക്, എലോറേറ്റിംഗ്, സ്റ്റെയിൽമേറ്റ്, കാസ്ലിംഗ്. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പിന്ന്, ബൗൾഡ്, ലെഗ് ബൈ, ഗള്ളി. ഇതൊക്കെ എന്താണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടയാണ്. സ്പിൻ, ബൗൾഡ്, ലെഗ് ബൈ, ഗള്ളി. ഇതൊക്കെ എന്താണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടയാണ്. ഇനി ബേസ്ബോളുമായി ബന്ധപ്പെട്ട പദമാണ് പിഞ്ചിങ്, സ്ട്രൈക്ക്, ഹോം റൺ. ഇതൊക്കെ എന്താണ്? ബേസ്ബോളുമായിട്ട് ബന്ധപ്പെട്ടയാണ് കേട്ടോ. പിഞ്ചിങ്, ഹോം റണ്ണ്, സ്ട്രൈക്ക്, ഇതൊക്കെ ബേസ്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ, കാളി ധാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കണ്യാർ കളി, ഓപ്ഷൻ ബി മുടിയേറ്റ്, ഓപ്ഷൻ സി ഗദ്ദിക, ഓപ്ഷൻ ഡി കുമ്മാട്ടി. ഏതാ? അത് ഓപ്ഷൻ ബി മുടിയേറ്റ് ആണ് കേട്ടോ, മുടിയേറ്റ്. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, കാലക്രമം അനുസരിച്ച് എഴുതുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരള മിത്ര. ഓപ്ഷൻ കേട്ടോ, രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരള മിത്ര. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രാജ്യസമാചാരം എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? അത് 1847 കേട്ടോ. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ഹർമൻ ഗുണ്ടറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ഹർമൻ ഗുണ്ടറ്റ് കേട്ടോ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമോദയമാണ്. കേരളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമോദയമാണ്. അതും 1847 ഹർമൻ ഗുണ്ടറ്റിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. ഇനി കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള പത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് പശ്ചിമ താരകയാണ്. കൊച്ചിയിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കപ്പെട്ട ആദ്യത്തെ മലയാള പത്രം ഏതാണെന്ന് വെച്ചാൽ അത് പശ്ചിമ താരകയാണ്, പശ്ചിമ താരക. ഇനി കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമായി കണക്കാക്കപ്പെടുന്നത് അത് കേരള മിത്രമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമായി കണക്കാക്കപ്പെടുന്ന പത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് കേരള മിത്ര 1881-ലാണ്. 1881. ഇനി കേരള മിത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. കേരള പശ്ചിമ താരക വർഷം 1864-ലാണ്. 1864. കേരള മിത്രത്തിന്റെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കേട്ടോ. കേരള മിത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ ബി പറയുന്നത് കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികളെയും നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. ഇനി ഓപ്ഷൻ സി പറയുന്നത് പ്രമേഹം ബാധിച്ച കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ ഡി പറയുന്നത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പം കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുമായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. കേരള ശ്രീ പുരസ്കാരം വൈക്കം വിജയലക്ഷ്മി, കേരള പ്രഭ ഓംചേരി NN പിള്ള, കേരള ജ്യോതി MT വാസുദേവൻ നായർ, പത്മശ്രീ ചെറുവയൽ രാമൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 2024 കേരള പുരസ്കാരങ്ങൾ നോക്കാം. 2024 കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനാണ് കേട്ടോ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഇനി കേരള പ്രഭ പുരസ്കാരം 2024 കേരള പ്രഭ പുരസ്കാരം ഡോക്ടർ S സോമനാഥ് P ഭുവനേശ്വരി കേട്ടോ. 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്
ഡോക്ടർ എസ് സോമനാഥ. പി ഭുവനേശ്വരി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഇനി കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ ടി കെ ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, വി കെ മാത്യൂസ്. ഇനി കേരളശ്രീ പുരസ്കാരങ്ങള് കലാമണ്ഡലം വിമല മേനോൻ കലയുമായി ബന്ധപ്പെട്ട്, ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ വർക്കർ. ഇനി വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം. കിട്ടിയ ഒന്നുകൂടെ പറയണോ? 2024 കേരള പുരസ്കാരങ്ങൾ. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എഴുത്തുകാരനാണ്. കേരള പ്രഭ പുരസ്കാരം ഡോക്ടർ എസ് സോമനാഥ് ശാസ്ത്രം എഞ്ചിനീയറിംഗ്. പി ഭുവനേശ്വരി കൃഷി. ഇനി കേരള ശ്രീ പുരസ്കാരം കലാമണ്ഡലം വിമല മേനോൻ കലയുമായി ബന്ധപ്പെട്ട്, ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ വർക്കർ, വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഹെഡ്ഫോൺ, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി സൗണ്ട് കാർഡ്, ഓപ്ഷൻ ഡി മൈക്രോഫോൺ. അത് ഓപ്ഷൻ ഡി മൈക്രോഫോൺ ആണ് കേട്ടോ. മൈക്രോഫോൺ. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് മൈക്രോഫോൺ, ലൈറ്റ് പെന്ന്, സ്കാനർ. മൈക്രോഫോൺ, ലൈറ്റ് പെൻ, സ്കാനർ ഇവയ്ക്ക് എന്താണ് പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ, പ്ലോട്ടർ, സൗണ്ട് കാർഡ്, സ്പീക്കർ. ഇതൊക്കെ എന്താണ് ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഒന്നുകൂടെ പറയാം. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ, പ്ലോട്ടർ, സൗണ്ട് കാർഡ്, സ്പീക്കർ. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ മൈക്രോഫോൺ, ലൈറ്റ് പെന്ന് ഇവയൊക്കെയാണ്. സ്കാനർ. ഇനി അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ PDF-ന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പർച്ചേസ്ഡ് ഡേറ്റ ഫോർമാറ്റ്, ഓപ്ഷൻ ബി പെർമനന്റ് ഡോക്യുമെന്റ് ഫയല്, ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ ഡി പെർമനന്റ് ഡോക്യുമെന്റ് ഫോർമാറ്റ്. അത് ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് കേട്ടോ. PDF-ന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സഫാരി, ഓപ്ഷൻ ബി കുക്കി, ഓപ്ഷൻ സി ടോക്കൺ, ഓപ്ഷൻ ഡി മൈക്രോ. അത് ഓപ്ഷൻ എ സഫാരി ആണ് കേട്ടോ. സഫാരി. ഇനി പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക്. ഇതൊക്കെ എന്താണ് പ്രധാന വെബ് ബ്രൗസറുകളാണ് കേട്ടോ. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചാറ്റ് GPT, ഓപ്ഷൻ ബി ജെമിനി, ഓപ്ഷൻ സി മെറ്റ AI, ഓപ്ഷൻ ഡി കോ പൈലറ്റ്. അത് ഓപ്ഷൻ ബി ജെമിനി ആണ്. ജെമിനി. 64ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വോയൂറിസം, ഓപ്ഷൻ ബി ലൈംഗിക അതിക്രമം, ഓപ്ഷൻ സി ലൈംഗിക പീഡനം, ഓപ്ഷൻ ഡി സ്റ്റോക്കിംഗ്. ഏതാണ്? ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കുക. ഓപ്ഷൻ എ വോയൂറിസം, ഓപ്ഷൻ ബി ലൈംഗിക അതിക്രമം, ഓപ്ഷൻ സി ലൈംഗിക പീഡനം, ഓപ്ഷൻ ഡി സ്റ്റോക്കിംഗ്. അത് ഓപ്ഷൻ എ വോയൂറിസം ആണ് കേട്ടോ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 10 കോടി രൂപ വരെ, ഓപ്ഷൻ ബി 50 ലക്ഷം രൂപ വരെ, ഓപ്ഷൻ സി 1 കോടി രൂപ വരെ, ഓപ്ഷൻ ഡി 20 ലക്ഷം രൂപ വരെ. അത് ഓപ്ഷൻ ബി 50 ലക്ഷം രൂപ വരെയാണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണെന്ന് വെച്ചാൽ അത് 50 ലക്ഷം രൂപ വരെയാണ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്. ചോദ്യം ആരാ? അത് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കേട്ടോ. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ ശിക്ഷ. ഓപ്ഷൻ ആയി. ഓപ്ഷൻ എ 6 മാസം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ. ഓപ്ഷൻ ബി പറയുന്നത് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ഓപ്ഷൻ സി 1 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ. ഓപ്ഷൻ ഡി 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ഏതാണ്? അത് ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ് കേട്ടോ. അപ്പൊ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചാല് 6 മാസം മുതൽ
5 വർഷം വരെ തടവ് ശിക്ഷയാണ്. ഇനി പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ്? പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണെന്ന് വെച്ചാൽ എത്രയാ? അത് അനുച്ഛേദം 338 ആണ് കേട്ടോ. അനുച്ഛേദം 338. നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ അത് കിഷോർ മക്വാനയാണ് കേട്ടോ. കിഷോർ മക്വാന. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ക്വസ്റ്റ്യൻ പറയാം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 2. അത് ഓപ്ഷൻ ബി 5 ആണ് കേട്ടോ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5 ആണ്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? അത് 1993 മെയ് 17 ആണ് കേട്ടോ. 1993 മെയ് 17 ആണ്. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 ആണ് കേട്ടോ. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, 5 ന്യൂനപക്ഷ വിഭാഗ അംഗങ്ങൾ. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, പിന്നെ 5 ന്യൂനപക്ഷ വിഭാഗ അംഗങ്ങളുണ്ട്. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് കേന്ദ്ര സർക്കാരാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ് കേട്ടോ. ഇനി നിലവിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. നിലവിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഒന്നുകൂടെ പറയാം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1993 മെയ് 17 ആണ്. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, 5 ന്യൂനപക്ഷ വിഭാഗ അംഗങ്ങൾ. അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. നിലവിൽ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു കേട്ടോ. 2 പ്രസ്താവനകളും ശരിയാണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, ഓപ്ഷൻ ബി കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഓപ്ഷൻ ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, ഓപ്ഷൻ ബി കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഓപ്ഷൻ സി ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവയല്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 70 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. താങ്ക് യു.